മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനാണ്. ആ ദുന്യാവും ആഖിറവും രക്ഷപ്പെടുത്താൻ മഹാനവരെ കൊണ്ട് കഴിയും. സാധുവായി എനിക്ക് എൻ്റെ കുട്ടിപ്രായം മുതലേ അവരെ കാണാൻ എനിക്ക് തൗഫീഖ് അല്ലാഹു തന്നു. അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനാണ്. ആ ദുന്യാവും ആഖിറവും രക്ഷപ്പെടുത്താൻ മഹാനവരെ കൊണ്ട് കഴിയും. അവരുടെ ഹയാത്ത് കടർത്ത് അവരെ ദർശിച്ച, അവരെ കണ്ട, അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങിയ ബർക്കത്തെടുത്ത ആളുകൾക്കറിയാം അവരെന്താണ് എന്നുള്ളത്. കാണാത്തവരോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കാണുന്നത് നമ്മൾ പറയുന്ന അറിവുകളെ അവർക്കുണ്ടാവുള്ളൂ. സാധുവായി എനിക്ക് എൻ്റെ കുട്ടിപ്രായം മുതലേ അവരെ കാണാൻ എനിക്ക് തൗഫീഖ് അല്ലാഹു തന്നു. അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. വന്യരായ എൻ്റെ ഉപ്പാപ്പ അൽ ആരിഫ് ബില്ലാ അൽ മജ്ദൂബ സയ്യിദ് സ്വാലിഹ് ഹുസൈൻ തങ്ങൾ ഉപ്പാപ്പ, അവരുമായി വലിയ ബന്ധമായിരുന്നു മഹാനവറുകൾക്ക്. എപ്പോഴും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിൻ്റെ അവിടെ മൂപ്പൻ്റെ വീട്ടിൽ വന്നാൽ അവിടത്തേക്ക് ചുരുട്ട് വാങ്ങാൻ 6 രൂപ അന്ന് തരുമായിരുന്നു മഹാനായ CM വലിയുള്ളാഹ്. മൂപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം, അന്ന് ലൈൻ നിന്നിട്ട് ആ മൂപ്പരുടെ വീട്ടിലേക്ക് ആ മൂപ്പരുടെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ ചെന്നാൽ കുട്ടികളെ വിളിക്കുകയെന്ന് പറയും, ഞങ്ങൾ നേരെ അകത്തേക്ക് കയറും ചെയ്യും. അവിടെ ലൈനിക്കലൊന്നുമില്ല. ആ രൂപത്തിലുള്ള ബന്ധം, കണക്ഷൻ, ഉപ്പാപ്പയുമായുള്ള ആ ബന്ധമായിരുന്നു ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അല്ലാഹു തആല ആ പൊരുത്തം അവരുടെ വഫാത്തിന് ശേഷം നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ല മശക്കത്തും മാനസികമായിട്ട് വല്ല പ്രയാസം തോന്നിയാൽ ആ മഖാമിലൊന്ന് വന്ന് ഓരോ ഹയാത്ത് കാലത്ത് വിളിക്കുന്ന പോലെ വിളിച്ച്, ഹയാത്ത് കാലത്തിൽ അവരോട് പറയുന്നത് പോലെ പറഞ്ഞ് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിക്കാറുണ്ട്. അല്ലാഹു പലർക്കും ആ അനുഭവം അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏതായാലും മഹാനവരുടെ കുരുത്തവും പൊരുത്തവും കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ദൂരത്തു നിന്ന് പലരും ദിക്കിൽ നിന്നും പലരും ഇവിടെ വന്നത്. അവിടുത്തെ പൊരുത്തം കിട്ടുന്ന മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാട്ടെ. നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള കവചം മഹാന്മാരെ സ്നേഹിക്കലാണ്. നമ്മളെ ഇബാദത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ നമ്മളെ പക്കൽ ഒരു ഇബാദത്തുമില്ല. അല്ലാഹു സ്വീകരിച്ച് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇബാദത്ത്, ഏറ്റവും ഫറളാക്കപ്പെട്ട ജീവിതത്തിൽ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും വണ്ണമാക്കപ്പെട്ട ഇബാദത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം പോലും ഒരു റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സുബഹി നിസ്കാരം പോലും 100% അല്ലാഹു തആല അതിൽ ഖബൂലിയത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു റക്അത്ത് നിസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഇബാദത്തിൻ്റെ അവസ്ഥ. നോമ്പ് നമ്മളിന്ന് കഴിഞ്ഞു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആ നോമ്പിൻ്റെ ഇഹ്തിറാമോട് കൂടി, ആ നോമ്പിൻ്റെ ബഹുമാനിക്കേണ്ടത് രൂപത്തിൽ ബഹുമാനിച്ചുകൊണ്ട് നമ്മളൊക്കെ നോമ്പനുഷ്ഠിച്ചു. പക്ഷേ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നോമ്പ് അനുഷ്ഠിച്ചാൽ നമ്മൾക്ക് ഖുർആൻ കൊണ്ട് ശുഗലാകണം. എത്ര ആളുകൾ ഖത്തമ് തീർത്തിട്ടുണ്ട്, എത്ര ഖത്തം ഓരോരുത്തർ തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ സ്വയമായി ചിന്തിക്കുമ്പം, നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്ത അമലിൻ്റെ പരിപ്പം, നമ്മുടെ അമലിൻ്റെ ഖബൂലിയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അല്ലാഹു തആല നമ്മൾ ഈമാൻ കുറഞ്ഞവരാണെങ്കിലും റഹ്മാനായ റബ്ബിൻ്റെ മഹാന്മാരായി സ്നേഹിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു തആല നമ്മളെ ഇബാദത്തുകളൊക്കെ കബൂലാക്കി തരുമാറട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മജ്ലിസാണ്. മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹിനെ കണ്ടു വന്ന മജ്ലിസാണ്. നമ്മളാരെയും പ്രതീക്ഷിച്ച് വന്നതല്ല. ആ മഹാനായ ഖുതുബുൽ ആലമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അല്ലാഹു തീർത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറട്ടെ.